ഹായ് ഫ്രണ്ട്സ്, അസ്വാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം തോരനാണ്. ഓണസദ്യയിൽ അവിയൽ കഴിഞ്ഞാൽ അടുത്തതായിട്ട് വിളമ്പുന്ന തോരനാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തോരൻ ക്യാബേജ് കൊണ്ടുള്ളതാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഏത് സദ്യക്ക് പോയാലും ക്യാബേജ് കൊണ്ടാണ് കൂടുതലായിട്ടും തോരൻ ഉണ്ടാക്കി കാണുന്നത്. അപ്പോൾ പണ്ട് മുതലേ ക്യാബേജ് തന്നെയാണ് സദ്യക്കൊക്കെ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ക്യാബേജ് തന്നെ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടത് കാണിച്ചു, ഉപ്പിലിട്ടത് 3 കാണിച്ചു, അതുപോലെ കിച്ചടി 3 കാണിച്ചു, പച്ചടി കാണിച്ചു, അതുപോലെ തന്നെ ഇന്നലെ അവിയൽ കാണിച്ചു, ഇന്നിപ്പോൾ തോരനാണ്. അപ്പോൾ നമുക്ക് ക്യാബേജ് ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ക്യാബേജ് തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷേ നമ്മൾ സദ്യയിലെ വിഭവങ്ങൾ കാണിക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും കാണിക്കണമല്ലോ. അപ്പം ആ തോരനും കൂടെ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ 2 തരത്തിൽ ഞാൻ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ആദ്യ കാലങ്ങളിൽ സദ്യക്ക് തോരൻ ഉണ്ടാക്കിയിരുന്നത് പോലെയും, അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെയും ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തോരൻ ഉണ്ടാക്കുന്നതിലോട്ട് പോകാം. തോരൻ ഉണ്ടാക്കാനുള്ള ക്യാബേജ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സവാള, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ സവാള എല്ലാം തൊലി കളഞ്ഞൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിതെല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനിത് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്താൽ മതിയല്ലോ. ക്യാബേജ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സവാള ഇങ്ങനെ ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 പച്ചമുളക് കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 2 തരത്തിലാണ് ഞാൻ തോരൻ ഉണ്ടാക്കി കാണിക്കാൻ പോണേന്ന്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് പകുതി ക്യാബേജ് മാറ്റാവേ. ഇതിനകത്തുനിന്ന് പകുതി ക്യാബേജ് നമുക്ക് മാറ്റാം കേട്ടോ. കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഒത്തിരി ക്യാബേജ് തോരനൊന്നും ഉണ്ടാക്കിയാൽ ആരും കഴിക്കത്തില്ല. അതുകൊണ്ടാണ് കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പകുതി ക്യാബേജ് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ പകുതി തേങ്ങ ഇടുവാണ്. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങയ്ക്കകത്തുനിന്ന് പകുതി തേങ്ങ ഇടുക. ബാക്കി പകുതി തേങ്ങ ഇതിലോട്ടും ഇടുവാണ്. രണ്ടാമത് എടുത്തു വെച്ചിരുന്ന ആ ക്യാബേജിലോട്ടുകൂടെ ചേർക്കുവാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്യാബേജിൻ്റെ കൂട്ടിലോട്ട് ഞാൻ ഈ സവാളയും അതുകണക്ക് പച്ചമുളകും അരിഞ്ഞത് ചേർക്കുവാണ്. ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുക്കാൻ പോവാണ്. ഒരു തണ്ട് കരിവേപ്പില കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ചതച്ചെടുത്തേക്കാവേ. ഇത് നമ്മൾ രണ്ടാക്കി വെച്ചതിൽ ഒരു ഭാഗമാണ്. ഞാൻ അതിലേക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചതച്ചത് ചേർക്കുവാണ്. അപ്പം ഇനി നമുക്ക് 2 കിലോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാവേ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവേ. 2 ഞാൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി വീതം ചേർക്കുവാണ്. ചെറിയ സ്പൂണാണ്. അപ്പോൾ അതിന് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി വീതം ചേർക്കും. ഇനി ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് ആ ക്യാബേജ് കൂട്ടില്ലേ, അതിലോട്ട് ഞാനൊരു 1/4 സ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർക്കുവാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കാരണം സ്പൂൺ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതൊന്ന് കൈകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഇതുകൂടെ അതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാവേ. നമുക്ക് ഇനി തോരൻ ഉണ്ടാക്കിയേക്കാം. ഇനി എളുപ്പം റെഡിയാകും കേട്ടോ. നമ്മളിതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് തോരനാവുന്നത്. ക്യാബേജിന് വലിയ വേവില്ലെന്നറിയാമല്ലോ. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായി വരട്ടെ. ഇതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ കടുക് വറക്കാനുള്ള പാത്രം നന്നായിട്ട് ചൂടായി നല്ലോണം ആവി വരുന്നുണ്ട്. അതുപോലെ ഇതിലോട്ട് ഒഴിക്കുവാണേ. ഇത് നന്നായിട്ട് ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ തന്നെ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ഉഴുന്ന് ചേർക്കുവാണ്. ഉഴുന്നൊന്ന് ചുമന്ന് വരട്ടെ. ഉഴുന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 2-3 വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർക്കാവേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യാബേജാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടി എടുത്ത കൂട്ടില്ലേ, ആ ക്യാബേജാണ്.
നമുക്ക് അത് നമ്മൾ തോരനായിട്ട് കടുവറക്കുമ്പോൾ ഒരു സ്വല്പം ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് വേണം കേട്ടോ കടുവറക്കാനായിട്ട്. അപ്പോൾ അതെ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാവേ. ക്യാബേജിന് വെള്ളമൊന്നും ചേർക്കേണ്ടെന്നറിയാമല്ലോ. നമ്മൾ ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് തനിയെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കും. അതൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ടേക്ക് നമുക്ക് ഇതൊന്ന് കടുവറുത്ത് ഒന്ന് ക്യാബേജിലോട്ടൊന്ന് ചേർക്കാം. ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കടുക് ചേർക്കുവാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് മുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചൂടായി വരട്ടെ, അതൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമ്മൾ ആ സവാള ചേർത്ത് എടുത്ത ക്യാബേജിൻ്റെ കൂട്ടില്ലേ, അത് ഇതിലോട്ട് ചേർക്കാവേ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതും നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിന് നമ്മൾ കടുകും അതുപോലെ തന്നെ മുളകും കരിവേപ്പിലും ഇട്ടാണ് കടുവറുത്തിരിക്കുന്നത്. മറ്റേ വെളുത്തുള്ളിക്കൂട്ട് ചേർത്ത് ഉണ്ടാക്കിയ ക്യാബേജ് തോരന് നമ്മൾ സ്വല്പം ഉഴുന്നുകൂടിട്ട കടുവറുത്തിരിക്കുന്നു. ഇനി ഇത് രണ്ടും ഒന്ന് വെന്ത് വരട്ടെ. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റായേ. അപ്പോൾ നമുക്കിത് നോക്കാം എന്തോ. ദേ നമ്മുടെ ക്യാബേജ് വെന്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഒരു ക്യാബേജ് തോരൻ റെഡിയായേ. നമ്മൾ പഴയ രീതിയിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയതാണ്. വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ക്യാബേജ് തോരനാണിത്. ഇതിനകത്ത് നമ്മൾ സവാളയും ഉള്ളിയും ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഇതിനകത്ത് തേങ്ങയും ക്യാബേജും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലയും ജീരകവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത തോരനൊന്ന് നോക്കാം. ഈ തോരനും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കിയ തോരനും റെഡിയായിട്ടുണ്ട്. ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ടൊക്കെ സദ്യയ്ക്ക് ഉണ്ടാക്കുന്നത് ആ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സവാളയൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഈ സവാള ഇടുന്നതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് തോരനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് തോരൻ വേണമെങ്കിലും ഓണസദ്യക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ 2 തോരനും നല്ല ടേസ്റ്റുള്ളത് തന്നെയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മൾ ആദ്യം സദ്യക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചില്ലേ, ഈ തോരൻ, ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമേ. പണ്ടത്തെ ഇത് കൂട്ടുമ്പോൾ ഈ സദ്യക്കൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ പണ്ടത്തെ ആ രുചി നമ്മുടെ നാവിൽ വരും. നമ്മളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. സദ്യക്കൊക്കെ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് കൂട്ടുമ്പം ആ പണ്ടത്തെ ആ കാലവും ആ സദ്യ ആ രീതിയൊക്കെ ഓർമ്മ വരും. അപ്പോൾ എനിക്ക് സദ്യക്ക് എപ്പോഴും ഇഷ്ടം ഈ ആദ്യത്തെ രീതിയിലുണ്ടാക്കിയ തോരന. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഓണസദ്യയിൽ അവിയൽ കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇല വിളമ്പുന്ന വിഭവമായിട്ടുള്ള തോരനാണ് നമ്മളിന്ന് റെഡിയാക്കിയിട്ടുള്ളത്. തോരൻ ക്യാബേജ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 2 സൈസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരാം.